ഹലോ നമസ്കാരം, എല്ലാവർക്കും അത്തിമാസ് പള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ലഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോറും കൂട്ടാനും ഒന്നല്ല, ആദ്യമേ പറയാം. കാരണം അപ്പുട്ടിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12:30 വരും. അപ്പോൾ അവന് ചോറ് വേണ്ട. ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം അങ്ങോട്ട് ചുളിക്കുക. അപ്പോൾ അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തത് ചപ്പാത്തി, വേറെ ഒന്നുമില്ല. പക്ഷെ ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി കൂട്ടാനാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. പെട്ടെന്നായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി കൂട്ടാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് കണ്ടല്ലോ. അപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ കൂട്ടാൻ വെപ്പ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പനീറാണ് കേട്ടോ. പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അതൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഇത്തിരി സൺഫ്ലവർ ഓയിലും നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ഉള്ളി എടുത്തു, ഇഞ്ചി എടുത്തു, മല്ലിയില എടുത്തു, വെളുത്തുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു. അത് എരിവിനനുസരിച്ച് 1, 2, 3 ഒക്കെ എടുക്കാം. പിന്നെ ഉള്ളി ഇങ്ങനെ കുനുകുനാന്ന് അരിയൊന്നും വേണ്ട, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് സൺഫ്ലവർ കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കല്ലേ, സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പനീറുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി ഇനി കേട്ടോ. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ കാണിച്ചിരുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആ മുതലായ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളറാവുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് അതൊന്നൊക്കെ ഇളക്കി അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൂട്ടൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ പനീറുണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ട്. ഇപ്പോൾ പനീറിന് പകരം നിങ്ങൾ എഗ്ഗ് കഴിക്കുന്ന ആൾക്കാരാച്ചാൽ ഈ പനീറിന് പകരം ജസ്റ്റ് എഗ്ഗ് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ കൂട്ടാനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പച്ചമുളക് ഇടാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അത് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എടുത്തു വെച്ചാൽ മല്ലിയില ഇടാം. മല്ലിയിലയും ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇടണം കേട്ടോ. കാഷ്യൂനട്ട് ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ വഴറ്റുമ്പോൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കൂട്ടാണ്ടാക്കണ പണി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയ്ക്കണം. അപ്പോൾ ഇതൊന്ന് വാടാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അരയ്ക്കണു, അരച്ച് കഴിഞ്ഞാൽ പനീർ ഇടണു, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സിമ്പിളാണേ, അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കഴിയുന്ന. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സ്വാദുണ്ട്. നമ്മൾ വിചാരിക്കില്ല അത്രയ്ക്ക് സ്വാദുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മളൊരു പൊടികളും നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല. അരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 2-3 മിനിറ്റ് കൂടി ഇരുന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ കുറച്ച് പൊടികളും കൂടി ഇടണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കേട്ടോ, ചൂടാറിയതിന് ശേഷം. ഇനി ഞാൻ അതൊന്ന് അരച്ചെടുത്തു. അരച്ചതിന് ശേഷം കുറച്ച് തൈരും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിലേക്ക് ഇത്തിരി പൊടികൾ ഇട്ട് കൊടുക്കുക. തൈരും കൂടിയും കൂട്ടി അരച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് അതവിടെ സൈഡിൽ വെക്കുക. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മളുടെ ഉള്ളി വഴറ്റിയ ആ ചീനച്ചട്ടി ഉണ്ടല്ലോ, ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഇപ്പം അരച്ച അരപ്പില്ലേ അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ തിളയൊക്കെ വരും കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണ നേരത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ പനീറില്ലേ, ആ പനീർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പുണ്ടോയെന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ട് വെച്ചാൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പനീറൊക്കെ ഇട്ട് ലാസ്റ്റ് മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പനീർ ഇട്ടതിന് ശേഷമാണ് ഉപ്പ് നോക്കിയത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തോളൂ, മറക്കണ്ട. കാരണം നമ്മൾ പനീറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇത്തിരിയും കൂടി വേണം തോന്നിയോണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ നേരത്ത് നമുക്ക് വേഗം പനീറിടാം. അപ്പോൾ അതാ നമ്മൾ പനീറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യാത്ത ഒരു 5-6 പീസ് പനീറും കൂടി വെറുതെ ഒരു ഷോക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി തിളച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മളുടെ കൂട്ടാൻ പണി കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, പുതിനയിലല്ലേ, പുതിനയിലയും നാരങ്ങയും കൂടിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു അടിപൊളി മിൻറ്റ് ലൈം ജ്യൂസ് ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ചപ്പാത്തിയും കൂടി 2 minutes. ഓക്കെ, പിന്നെ ആവണ്ടേ. അപ്പോൾ അപ്പുട്ടനെപ്പോഴേക്കും വിശന്ന് ചുക്കുത്തി എണ്ണു കേട്ടോ. അപ്പോൾ അപ്പുട്ടനെ ഞാൻ ചപ്പാത്തിയും നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനും, പേരൊന്നും ഇല്ലെങ്കിലും സ്വാദ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പുട്ടനും അതെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ചപ്പാത്തിയുടെ കൂട്ടാൻ വിളമ്പിയാലോ. എവിടെ? യെസ്, കാണാൻ നല്ല ലുക്ക്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അപ്പുട്ടന് കൊടുത്തിട്ട് അപ്പുട്ടൻ്റെ അഭിപ്രായം കേൾക്കാം. ഗോ അപ്പുട്ട കഴിക്കൂ. ചൂടുണ്ട്. എങ്ങനെയുണ്ട് പറയണേ. പനീർ കൂട്ട്, വെള്ളം മാത്രല്ല. ചൂടുണ്ടെന്നേ. ഇല്ല, കൂട്ടാനും ചൂടൊന്നുമില്ല. സാധണ്ടാ നമ്മളുടെ ഹോട്ടലിൽ പോയില്ലേ ഗ്രീൻ ലീഫ്, ശരി, സത്യം അതെയാ. ജ്യൂസ് അമ്മ മറന്നു. അപ്പട്ടാ ജ്യൂസും കൂടി ഉണ്ട്. താങ്ക് യു. വെൽക്കം. കുടിച്ചു നോക്കൂ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നല്ല. അപ്പോൾ നമ്മളിവിടെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇപ്പം ഇതിൻ്റെ പേരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ പനീറുള്ള ഈ ഒരു കൂട്ടാനും ചപ്പാത്തിയും പിന്നെ നമ്മളുടെ മിൻറ്റ് ലൈം ജ്യൂസ്, അതാണ്
ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അല്ലേ അപ്പുട്ട? അപ്പം അപ്പുട്ട കഴിച്ചു തുടങ്ങി കേട്ടോ. ഞാൻ കഴിക്കണേ. അപ്പം എന്താ ഞാൻ കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറി ഇഷ്ടാവുള്ളൂ കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നന്നായിട്ടുള്ള വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. കുനുകുനാന്ന് ഉള്ളി അരിയൊന്നും വേണ്ട, തക്കാളി വേണ്ട, ഒന്നും വേണ്ട, വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. നന്നാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ജ്യൂസ് ഞാൻ കുടിച്ചില്ല, കൊള്ളാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തി. ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.